എല്ലാ എംഎൽഎമാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. യു.ഡി.എഫിലെ എല്ലാ ഘടകകക്ഷികളും പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാവും. എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചതിന് പുറമെയുള്ള സഹായങ്ങൾ കൂടി യു.ഡി.എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ദുരന്തത്തിന് ഇരയായ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും യു.ഡി.എഫ് പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണ വിതരണത്തിനായി ചിലർ പണപ്പിരിവ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ്. വളരെ ആത്മാർത്ഥമായി പാചകം ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ചില പ്രയാസങ്ങൾ സൈനികർക്കുണ്ടായി. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്നും ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മധ്യപ്രദേശ് സാഗർ ജില്ലയിൽ ഷഖ്പൂർ ഗ്രാമത്തിൽ മതപരമായ ചടങ്ങു നടക്കുന്നതിനിടെ ചുമരിടിഞ്ഞു വീണ് 9 കുട്ടികൾക്ക് ദാരുണാന്ത്യം. 10നും 15നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയ്ക്ക് പിന്നാലെ അടുത്തുള്ള ദ്രവിച്ച കെട്ടിടത്തിന്റെ ചുമർ തകർന്നു വീഴുകയായിരുന്നു. മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. പരിക്കേറ്റ മറ്റു കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി പ്രഖ്യാപിച്ച് തൃശൂർ കളക്ടർ. ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്ന് ആവശ്യമായ ശുചീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച ശേഷം സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിക്കണം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. നിലവിലെ വഖഫ് നിയമത്തിൽ 40 ഭേദഗതികൾ കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. വഖഫ് സ്വത്തുക്കളെന്ന് അവകാശപ്പെടുന്ന ഭൂമി കർശന പരിശോധനകൾക്ക് ഇനി മുതൽ വിധേയമാക്കും. തർക്ക ഭൂമികളും സർക്കാർ പരിശോധിക്കും. 9.4 ലക്ഷം സർക്കാർ വസ്തുക്കളാണ് വഖഫ് ബോർഡിന് കീഴിലുള്ളത്. വഖഫ് കൗൺസിലുകളിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും ഇനി മുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും. UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡ് ഉടമകൾക്ക് നൽകിയ കൂടുതൽ അധികാരം എടുത്തു കളയുകയാണ് സർക്കാർ ലക്ഷ്യം. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 1.9 മുതൽ 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. തമിഴ്നാട് തീരത്തും 2.1 മുതൽ 2.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. അതിനാൽ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ച അദ്ദേഹം അർജുനായി ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് കുടുംബത്തിന് വാക്ക് നൽകി. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിൽ കടന്നത്. 4 ക്വാർട്ടർ പൂർത്തിയായപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. പിന്നാലെ ഷൂട്ടൌട്ടിൽ ബ്രിട്ടനെ 4-2 വീഴ്ത്തിയാണ് ഇന്ത്യയുടെ വിജയം.